നമസ്കാരം. കളമ്പാട്ടൂരിയം ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ആഞ്ചല ജോഷി. ഞാൻ സ്റ്റെഫീന റോസ് പീറ്റർ. ഇന്നത്തെ പ്രധാന വാർത്തകൾ. ആരാധനയുടെ നിശബ്ദതയിൽ നാം ദൈവകൃപ സ്വീകരിക്കുന്നു. ഫ്രാൻസിസ് മാർപ്പാപ്പ. പൗരോഹിത്യം ദൈവം നൽകുന്ന അമൂല്യനിധി. മാർ ബെസേലിയസ് ക്ലിമിസ്. വിദ്യാഭ്യാസ മേഖലയിൽ ക്രിസ്ത്യൻ മിഷനറിമാരുടെ പ്രവർത്തനങ്ങൾ മാതൃകാപരം. ഗവർണർ. കളമ്പാട്ടൂരം തിരുഹൃദയ ദേവാലയത്തിൽ മതബോധന ഡയറി പ്രകാശനം ചെയ്തു. മതപരിവർത്തന നിരോധന നിയമം പിൻവലിക്കണം. ക്രിസ്ത്യൻ പ്രതിനിധി സംഘം. ദേശഭക്തി ഗാന മത്സരങ്ങൾ. വത്തിക്കാൻ മാധ്യമ കാര്യാലയത്തിന് പുതിയ വൈസ് ഡയറക്ടർമാർ. ബെനഡിക്ട് പാപ്പയുടെ മുൻ സെക്രട്ടറി വത്തിക്കാൻ സ്ഥാനപതി. വയനാട്ടിലെ ദുരിതബാധിതർക്ക് സഹൃദയയുടെ കൈത്താങ്ങ്. ഫാദർ ആർമൻ മാധവൻ ദേവദാസ പദവിയിലേക്ക്. വാർത്തകൾ വിശദമായി. പൗരോഹിത്യം ദൈവം നൽകുന്ന അമൂല്യനിധിയെന്ന് സീറോ മലങ്കര കത്തോലിക്ക സഭ പരമാധ്യക്ഷനും KCBC അധ്യക്ഷനുമായ മാർ ബസീലിയസ് ക്ലിമിസ് കത്തോലിക്ക ബാവ കേരള കത്തോലിക്ക മെത്രാൻ സമിതി ദൈവശാസ്ത്ര കമ്മീഷന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ഏകദിന ദൈവശാസ്ത്ര സമ്മേളനം കാക്കനാട് മൗണ്ട് തോമസിൽ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അഭിമന്യ പിതാവ്. ആരാധനയുടെ നിശബ്ദതയിൽ നാം ദൈവകൃപ സ്വീകരിക്കുന്നുവെന്ന് ഫ്രാൻസിസ് പാപ്പ. ജോലി തിരക്കുകളുടെ ഉത്കണ്ഠകളിൽ മുങ്ങിപ്പോവാതെ വിശ്രമത്തിലും മൗന പ്രാർത്ഥനകളിലും സമയം ചെലവഴിക്കുക. അപ്പോൾ നമുക്ക് ദൈവകൃപ സ്വീകരിക്കാൻ കഴിയുമെന്ന് സെന്റ് പീറ്റേഴ്സ് അങ്കണത്തിൽ ജൂലൈ 21 ത്രികാല പ്രാർത്ഥനകൾക്കൊടുവിൽ നൽകിയ സന്ദേശത്തിൽ പാപ്പ ഉദ്ബോധിപ്പിച്ചു. വിദ്യാഭ്യാസ മേഖലയിൽ ക്രിസ്ത്യൻ മിഷനറിമാരുടെയും മാർത്തോമ സഭയുടെയും പ്രവർത്തനങ്ങൾ മാതൃകാപരമെന്ന് കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. രാജപുരോഹിതിയെ ലക്ഷ്യം വെച്ചിട്ടുള്ള വിദ്യാഭ്യാസം നൽകുന്ന സഭയെ ഗവർണർ അഭിനന്ദിച്ചു. കളമ്പാട്ടുപുരം തിരുഹൃദയ ദേവാലയത്തിൽ മതബോധന ഡയറി പ്രകാശനം ചെയ്തു. ഓഗസ്റ്റ് 4 കളമ്പാട്ടുപുരം തിരുഹൃദയ ദേവാലയത്തിൽ 9 മണിയുടെ കുർബാനയ്ക്ക് ശേഷം മതബോധന ഡയറി വികാരി സാൻജോ കണ്ണമ്പള്ളിയിൽ നിന്ന് കൈവാങ്ങി കൈക്കാരന്മാരായ ജോൺസൺ കോനൂരാൻ, ജിജോ മണവാളൻ, വൈസ് ചെയർമാൻ ഡേവിസ് പാടശ്ശേരി എന്നിവർ ചേർന്ന് പ്രകാശനം ചെയ്തു. ശേഷം HM സണ്ണി തുപ്പത്തിക്ക് കൈമാറുകയും ചെയ്തു. പിന്നീട് ഇടവക വികാരിമാരുടെ മധ്യസ്ഥനായ വിശുദ്ധ ജോൺ മരിയ വിയാനിയുടെ തിരുനാൾ ദിനം ആഘോഷിച്ചു. വികാരി ഫാദർ സാൻജോ കണ്ണമ്പള്ളിക്ക് HM സണ്ണി സാർ കുട്ടികളുടെ പ്രതിനിധി കുമാരി സോന സോണി ആശംസകൾ അറിയിച്ച് സംസാരിച്ചു. വിയാനി അച്ഛൻ്റെ വേഷമണിഞ്ഞ മാസ്റ്റർ ജോഷുൻ ഷാജുവിൻ്റെ നേതൃത്വത്തിൽ 6ാം ക്ലാസ്സിലെ കൂട്ടുകാർ അവതരിപ്പിച്ച ടാബ്ലോ ശ്രദ്ധേയമായി. ശേഷം കേക്ക് മുറിച്ച് ആഘോഷിച്ചു. ഈ ദിനത്തെ എല്ലാ ശുശ്രൂഷകർക്കും നേതൃത്വം കൊടുത്ത് സിബി ടീച്ചറോടൊപ്പം 6ാം ക്ലാസ്സിലെ കൂട്ടുകാരാണ്. മതപരിവർത്തനം നിരോധന നിയമം പിൻവലിക്കണമെന്ന് ക്രിസ്ത്യൻ പ്രതിനിധി സംഘം. 11 സംസ്ഥാന ഗവൺമെന്റുകൾ പാസാക്കിയിരിക്കുന്ന മതപരിവർത്തന നിരോധന നിയമങ്ങൾ പിൻവലിക്കാനുള്ള നിർദ്ദേശം നൽകുമെന്ന് കേന്ദ്ര ന്യൂനപക്ഷ കാര്യമന്ത്രി കിരൺ റിജിവിന് നേരിട്ട് കണ്ട് യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറം പ്രതിനിധികൾ ആവശ്യപ്പെട്ടു. സ്വാതന്ത്ര്യദിനത്തിൽ ദേശഭക്തിഗാന ദേശീയഗാന മത്സരങ്ങൾ. കൊച്ചി ചാവറ കൾച്ചറൽ സെന്റർ ഇന്ത്യയുടെ 77ാം സ്വാതന്ത്ര്യദിനത്തിൽ ദേശഭക്തിഗാന ദേശീയഗാനം മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നു. LP, UP, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി സ്കൂൾ വിഭാഗങ്ങളിലാണ് മത്സരം. ഓരോ വിഭാഗത്തിലും പ്രത്യേക മത്സരം ഉണ്ടായിരിക്കുന്നതാണ്. വിജയികൾക്ക് ക്യാഷ് പ്രൈസും സർട്ടിഫിക്കറ്റും നൽകി ആദരിക്കുന്നതാണ്. പങ്കെടുക്കാൻ താൽപ്പര്യമുള്ളവർ ആഗസ്റ്റ് 12 മുൻപായി പേര് രജിസ്റ്റർ ചെയ്യണമെന്ന് കൾച്ചറൽ സെന്റർ ഡയറക്ടർ ഫാദർ അനിൽ ഫിലിപ്പ് CMI അറിയിച്ചു. വത്തിക്കാൻ മാധ്യമ കാര്യാലയത്തിന് വൈസ് ഡയറക്ടർമാർ. വത്തിക്കാൻ മാധ്യമ കാര്യാലയത്തിന് ഫ്രാൻസിസ് മാർപ്പാപ്പ 2 പുതിയ വൈസ് ഡയറക്ടർമാരെ നിയമിച്ചു. 53-കാരനായ മസിമിലിയാനിയോ മെനിച്ചിക്കിയാണ് ഒരാൾ. 52-കാരനായ ഫ്രാൻസിസ്കോ വാലിയാണ് രണ്ടാമത്തെ വൈസ് ഡയറക്ടർ. ഇറ്റാലിയൻ TVയുടെ മുൻ ഡയറക്ടറായിരുന്നു അദ്ദേഹം. ബെനഡിക്ട് പാപ്പയുടെ മുൻ സെക്രട്ടറി വത്തിക്കാൻ സ്ഥാനപതിയായി.
ബെനഡിക്റ്റ് മാർപ്പാപ്പയുടെ മുൻ സെക്രട്ടറിയായി ദീർഘകാലം പ്രവർത്തിച്ച ആർച്ച് ബിഷപ്പ് ജോർജ് ഗാൻസിംഗ് വത്തിക്കാൻ സ്ഥാനാപതിയായി നിയമിതനായി. വയനാട്ടിലെ ദുരിതബാധിതർക്ക് സഹൃദയയുടെ കൈത്താങ്ങ്. വയനാട്ടിലെ പ്രകൃതിക്ഷോഭമുണ്ടായ പ്രദേശങ്ങളിലെ ദുരിതബാധിതർക്കായി എറണാകുളം അങ്കമാലി അതിരൂപത സാമൂഹ്യ പ്രവർത്തന വിഭാഗമായ സഹൃദയയുടെ നേതൃത്വത്തിൽ സമാഹരിച്ച് ഭക്ഷ്യവസ്തുക്കൾ, വസ്ത്രങ്ങൾ, നിത്യോപയോഗ സാധനങ്ങൾ ആദ്യമായി മാനന്തവാടിയിൽ അതിരൂപതയുടെ ദുരിതാശ്വാസ ക്യാമ്പിൽ എത്തി. പൊന്നുരുതിയിൽ നിന്ന് പുറപ്പെട്ട വാഹനത്തെ യാത്രയാക്കുവാൻ അതിരൂപത വികാരി ജനറൽ ഫാദർ വർഗീസ് പൊട്ടയ്ക്കൽ, സഹൃദയ അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ സിബിൻ എന്നിവർ സന്നിഹിതനായി. വേളാങ്കണ്ണി തീർത്ഥാടനത്തിൽ നടക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങളാണെന്ന് വിശേഷിപ്പിച്ച് വത്തിക്കാൻ കർദിനാൾ വിക്ടർ മാനുവേൽ ഫെർണാണ്ടസ് നിയുക്ത തഞ്ചാവൂർ ബിഷപ്പ് സഹായരാജ് തമ്പുരാജിന് അയച്ച കത്തിലാണ് ഈ കാര്യം പരാമർശിച്ചിരിക്കുന്നത്. സെപ്റ്റംബർ 8 ആഘോഷിക്കാനിരിക്കുന്ന ആരോഗ്യ മാതാവിൻ്റെ തിരുനാളിന് മുന്നോടിയായിട്ടാണ് വത്തിക്കാൻ്റെ കത്ത് എത്തിയതെന്നും ഏറെ ശ്രദ്ധേയമാണ്. ഫാദർ ആർമണ്ട് മാധവത്ത് ദേവദാസ പദവിയിലേക്ക്. ഇരിട്ടി, പട്ടാരം, വിമലഗിരി, ഭരണജ്ഞാനം എന്നീ ധ്യാന കേന്ദ്രങ്ങളുടെ സ്ഥാപകനും കപ്പുച്ചിൻ സന്യാസിയുമായിരുന്ന ഫാദർ ആർമണ്ട് മാധവത്തിനെ ജൂലൈ 13 ദേവദാസനായി പ്രഖ്യാപിച്ചു. വാർത്തകൾ ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.